ശാന്തി. അഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് എൻ്റെ ഒരു അനിയത്തി എന്നോട് ചോദിച്ചു. അതുകൊണ്ട് ഞാനിന്ന് അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറഞ്ഞുതരികയാണ്. ഒപ്പം എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ഈ ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന രൂപം, ഈ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ഡ്രസ്സായിക്കോട്ടെ, ഈ അണിഞ്ഞു വച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ ലോഹമായിക്കോട്ടെ, ഈ ശരീരത്തിലൊരു കഷ്ണം മാംസമായിക്കോട്ടെ, അതല്ല ഈ ഒരു മുടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഫൈനസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അതതിൻ്റെ ഒറിജിനലായിരിക്കുന്ന ഭാവത്തിലേക്ക് അങ്ങ് മാറിയാൽ നിങ്ങൾ ഈ പ്രപഞ്ചം ഒന്ന് കണ്ടു നോക്കിയേ. ജസ്റ്റ് ലൈറ്റ് ആൻഡ് ലൈറ്റ്, നത്തിങ് എൽസ്. അതായത് എല്ലാത്തിൻ്റെയും മൂലസ്വരൂപം എന്ന് പറയുന്നത് ആധ്യാത്മിക ഭാഷയിൽ പറയുകയാണെങ്കിൽ പഞ്ചതത്വങ്ങൾ, സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് അഥവാ അതിൻ്റെ മൂലകണങ്ങളായിരിക്കുന്ന, ഇനി അതും വന്നല്ലോ ദൈവകണത്തിലേക്ക് വരെ നിൽക്കുകയാണ്. അതിസൂക്ഷ്മമാണ് ഈ സൃഷ്ടിയിലെ സർവ്വ വസ്തുക്കളുടെയും ഒറിജിനലായിരിക്കുന്ന ഭാവം. സൂക്ഷ്മമായ പ്രകാശം മാത്രമാണ്. പറയാൻ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ വലിയ പേരാണ്, ബട്ട് ആക്ച്വലി അത് അതിസൂക്ഷ്മമായിരിക്കുന്ന കണങ്ങളാണ്. എല്ലാം അതിൻ്റെ ഒറിജിനൽ ഭാവത്തിലേക്ക് മാറിയാൽ അതൊരു പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഓരോ സാധനത്തിനെയും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കൂട്ടി ഒരു രൂപത്തിൽ ഘടിപ്പിച്ചപ്പോൾ കാർബണായി, വേറെ രൂപത്തിലാക്കിയപ്പോൾ ഹൈഡ്രജനായി, കാർബൺ തന്നെ അതിൻ്റെ ബോണ്ടിൽ ഒന്ന് കുറച്ചപ്പോൾ കരിയായി, ഒന്ന് കൂട്ടിയപ്പോൾ ഡയമണ്ടായി. ഇത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം, ഈ സൃഷ്ടിയുടെ എല്ലാ വസ്തുക്കളുടെയും മൂലഭാവം ഊർജ്ജസ്വരൂപമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, രൂപപരിവർത്തനം വരുത്താനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മുടെ തോട്ട്സിൻ്റെ എനർജി, വൈബ്രേഷൻ, ഈ എനർജി ഊർജ്ജമാണ് ഒരു വസ്തുവിൽ പോയി സ്പർശിക്കുകയും ആ വസ്തുവിന് നമുക്കുള്ള രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഞാൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്നൊരു ബുക്ക് വായിക്കുമ്പോൾ പൂരിനെ ഓറഞ്ചാക്കി മാറ്റിയ ഒരു ആചാര്യൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ശിഷ്യന് പകർന്നു കൊടുത്ത പാഠത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പഞ്ചതത്വങ്ങളെ ഞാൻ പൂരിയുടെ രൂപത്തിൽ നിന്ന് ഓറഞ്ചിൻ്റെ രൂപത്തിലേക്ക് അങ്ങ് മാറ്റി, അത്രയേ ഉള്ളൂ എന്ന്. പറയാൻ സിമ്പിൾ, ബട്ട് ക്യാൻ ഡൂ ഇറ്റ്. സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് എന്തിനും എന്തിൽ നിന്നും മാറ്റിമറിക്കാൻ പറ്റും. അത്രയും കഠിനമായിരിക്കുന്ന തപവും അത്രയും ഏകാഗ്രതയുടെ ശക്തിയും വേണമെന്ന് മാത്രം. അത്രയ്ക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാലോ, എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള തോട്ട്സ് ഇവിടെയുള്ള ചുറ്റുമുള്ള പാർട്ടിക്കിൾസ് എല്ലാം സ്പർശിച്ചുകൊണ്ട് എത്ര സ്ട്രോങ് ഒരു തോട്ട് എനർജി ക്രിയേറ്റ് ചെയ്തോ അത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലായിടത്തും സ്പർശിച്ച് തിരിച്ച് എന്നിലേക്ക് വരികയാണ്. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. എൻ്റെ മനസ്സിൽ നിന്ന് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം പോയി സ്പർശിച്ച ശേഷം തിരിച്ചു വരുന്നത് ആ പോസിറ്റീവ് എനർജി, അതിന് വേണ്ടതായിരിക്കുന്ന എനർജി എൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് വേണ്ട സാധനമായിട്ട്, വസ്തുവായിട്ട്, സപ്പോർട്ടായിട്ട്, സിറ്റുവേഷനായിട്ട് മാറി വരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് നമ്മളിന്നത് ചെയ്യേണ്ടത്? ഒരു തോട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും കൂടുതൽ അതേ ടൈപ്പ് ഓഫ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അഫർമേഷൻ എന്നൊരു ടെക്നിക്ക് അതിനു വേണ്ടി കൊടുക്കുന്നത്. ഒരു തോട്ട് എനർജി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഓരോ ശബ്ദത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട്, ഓരോ വാക്കുകൾക്കും അതിൻ്റെതായിട്ടൊരു എനർജി ലെവലുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയില്ല, ഏറ്റവും സ്വകാര്യമായിട്ടുള്ള കാര്യം ഹാർട്ട് ടച്ചിങ് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ വിസ്പർ ചെയ്യാൻ ചേർത്ത് മന്ത്രിക്കും, ചെവിയിൽ സ്വകാര്യം പറയും. അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് അത് ധ്വനിയോടെ മുഴങ്ങുന്ന സമയത്ത് അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഊർജത്തിൻ്റെ പ്രകമ്പനം അതിശക്തമാണ്. അതുകൊണ്ടാണ് മനസ്സിൽ സ്ലോലി ഒരു സങ്കല്പത്തിൻ്റെ സ്പീഡ് കുറയും തോറും അതിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് സ്ലോ തോട്ട്സിലൂടെ എത്ര തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു തോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും അത് ഊർജ്ജം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ഹെൽത്തിനാണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, എൻ്റെ ഫുൾ ഓർഗൻസ്, ശരീരത്തിലെ എല്ലാ ഓർഗൻസ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് നിരന്തരം തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യും. എനിക്ക് വയ്യ, അയ്യോ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയ്യ, അയ്യോ എനിക്ക് അവിടെ വരാൻ പറ്റില്ല, എനിക്ക് വയ്യ, അയ്യോ എനിക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റില്ല, എനിക്ക് വയ്യ, വയ്യ 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 എന്ന് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ രോഗം കൂടിക്കൊണ്ടിരിക്കും. ശരീരം ആക്സെപ്റ്റ് ചെയ്യും, ഓക്കെ ഇത് വയ്യ വയ്യ വയ്യ, മറ്റത് പറഞ്ഞുകൊണ്ടിരിക്കും, ഓക്കെ ഐ ആം ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ട് തോട്ട്സിൻ്റെ
റിപ്പീറ്റേഷനാണ് അഫർമേഷൻ മെത്തേഡ്. അത് എത്ര സ്ലോലി, എത്ര വിത്ത് ഫീലിങ്സ്, അനുഭൂതിയോടുകൂടി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും വേഗത്തിൽ അതിന് റിസൾട്ടും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ അഫർമേഷൻ ചെയ്യേണ്ടത്. ഇതാണ് അഫർമേഷൻ സക്സസ്ഫുൾ ആവുന്നതിൻ്റെ പിന്നിലെ സീക്രട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ഊർജ്ജം കൊണ്ട്, നമ്മുടെ ഉള്ളിലെ ഊർജ്ജം കൊണ്ട് നമ്മുടെ ലൈഫിനെ കംഫർട്ടബിളാക്കാൻ, ഹാപ്പിയാക്കാൻ വേണ്ടി പരിശ്രമിക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.